ചരിത്രത്തിന്റെ താളുകളിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടു എന്ന് ചിലർ അവകാശപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയുടെ അന്തർനാടകങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരതകളിലൊന്നിനെ ഇസ്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന ചോദ്യത്തിന് പലപ്പോഴും വരിഞ്ഞുമുറുക്കിയ നുണകളുടെ കോട്ടകളാണ് നമുക്ക് മറുപടിയായി ലഭിക്കാറുള്ളത്. അടിമത്തം എന്ന കറുത്ത അധ്യായം ഇല്ലാതാക്കിയത് തങ്ങളുടെ ആദർശമാണെന്ന് വാദിക്കുന്നവർ ചരിത്രത്തെ എത്രത്തോളം വികലമാക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം അത്ഭുതപ്പെടുക. സത്യത്തിൽ ഇസ്ലാം വരുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ ഭൂമിയിൽ അടിമകളെ മോചിപ്പിക്കുന്നതിനുള്ള കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും നിലനിന്നിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ബാബിലോണിയൻ രാജാവായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത തൊട്ട് ബൈബിളിൽ വരെ ഇതിന്റെ വ്യക്തമായ തെളിവുകൾ ചിതറിക്കിടപ്പുണ്ട്. ഒരു സ്വതന്ത്രനായ മനുഷ്യനെ ആരെങ്കിലും അടിമയായി പിടിച്ചുകൊണ്ടുവന്നാൽ അന്നത്തെ ചന്തയിൽ ആ അടിമയ്ക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വില എത്രയാണോ അത് ഉടമയ്ക്ക് നൽകി സ്വന്തമാക്കാനും മോചിപ്പിക്കാനും അടിമയുടെ കുടുംബത്തിന് പൂർണ്ണ അവകാശമുണ്ടായിരുന്നു. പുരാതന കാലം തൊട്ടേ മനുഷ്യർക്കിടയിൽ നിലനിന്നിരുന്ന ഇത്തരം മാനുഷികമായ ഒരു വ്യവസ്ഥിതിയെയാണ് പിൽക്കാലത്ത് തങ്ങളുടെ മാത്രം സംഭാവനയെന്ന രീതിയിൽ ചിലർ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. മറ്റൊരാളിൽ നിന്ന് വലിയ തുക കടം വാങ്ങുകയും അത് വീട്ടാൻ വഴിയില്ലാതെ വരികയും ചെയ്യുമ്പോൾ പുരാതന കാലത്ത് മനുഷ്യർ സ്വയം അടിമത്വത്തിലേക്ക് വഴിമാറുന്ന ഒരു രീതിയുണ്ടായിരുന്നു. താൻ എടുത്ത കടം തീരുന്നതുവരെ നിശ്ചിത കാലയളവിലേക്ക് കടം തന്ന ആളുടെ അടിമയായി ജീവിച്ചുകൊള്ളാം എന്ന് അവർ പരസ്പരം കരാറുണ്ടാക്കുമായിരുന്നു. ബാബിലോണിയൻ നിയമങ്ങളിലും ബൈബിളിലുമെല്ലാം ഇത്തരം അടിമത്വത്തിന് കൃത്യമായ പരമാവധി കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ നിശ്ചിത കാലം കഴിയുമ്പോൾ അവരെ സ്വതന്ത്രരാക്കണമെന്നത് അന്നത്തെ വ്യവസ്ഥയായിരുന്നു. ഇതിനിടയിൽ എപ്പോഴെങ്കിലും കടം വീട്ടാനുള്ള പണം സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അത് നൽകി സ്വയം മോചനം നേടാനും ആ അടിമയ്ക്ക് നിയമപരമായ അവകാശമുണ്ടായിരുന്നു. അതായത് അള്ളാഹുവിന്റെ കിതാബോ പ്രവാചകന്മാരോ കടന്നു വരുന്നതിനും എത്രയോ മുൻപ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലാത്ത ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ നിയമങ്ങളെല്ലാം വളരെ കൃത്യമായി നിലനിന്നിരുന്നു. പണമില്ലാതെ വലയുന്ന അടിമകളെ സഹായിക്കാൻ മറ്റുള്ളവർ ധനസഹായം നൽകുന്നതും അവരെ വില കൊടുത്തു വാങ്ങി മോചിപ്പിക്കുന്നതും പുണ്യപ്രവൃത്തിയായി അക്കാലത്തെ മനുഷ്യർ കണ്ടിരുന്നു. ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഖുർആനിലും ഇസ്ലാമിലും പറയുന്ന അടിമമോചന വ്യവസ്ഥകൾ മുഹമ്മദ് നബിയുടെയോ അള്ളാഹുവിന്റെയോ മാത്രം സവിശേഷമായ സൃഷ്ടിയാണെന്ന് വാദിക്കുന്നത് ചരിത്രബോധമില്ലാത്ത ശുദ്ധ അസംബന്ധം മാത്രമാണ്. ചരിത്രത്തെക്കുറിച്ച് അറിവില്ലാത്ത സാധാരണക്കാരെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം അവകാശവാദങ്ങൾ ഇന്നും ഉന്നയിക്കപ്പെടുന്നത്. അടിമ സമ്പ്രദായം എന്നേക്കുമായി ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കുക എന്നൊരു ലക്ഷ്യം ഇസ്ലാമിന്റെ ദൈവത്തിനോ പ്രവാചകനോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പാടെ നിരോധിക്കുന്നതിന് യാതൊരുവിധ പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല. ഒരൊറ്റ കൽപ്പനയിലൂടെ ആ ദുരാചാരം അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യദാഹികളും മനുഷ്യത്വവാദികളും ഈ മതത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ചരിത്രത്തിൽ മനോഹരമായൊരു മാനവിക ദർശനമായി ഇസ്ലാം പ്രശോഭിച്ചേനെ. അടിമത്തത്തെ ഇല്ലാതാക്കാൻ ആത്മാർത്ഥമായ ഉദ്ദേശ്യമുണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ ആദ്യ പടിയായി ചെയ്യേണ്ടിയിരുന്നത് യുദ്ധങ്ങളിൽ പിടിക്കപ്പെടുന്ന തടവുകാരെ അടിമകളാക്കുന്ന ക്രൂരത അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം നിലവിലുള്ള അടിമകളെ മുഴുവൻ മോചിപ്പിക്കാനുള്ള കർശനമായ നടപടികളായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ അടിമ സമ്പ്രദായം നിർത്തലാക്കണമെന്നോ അതൊരു മോശം കാര്യമാണെന്നോ ഉള്ള ചിന്ത പ്രവാചകന്മാരുടെയോ ദൈവത്തിന്റെയോ മനസ്സിൽ എവിടെയും മിന്നിമറഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. ഇബ്രാഹിം നബിയുടെയോ മൂസാ നബിയുടെയോ കാലത്തുപോലും യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന മനുഷ്യരെ അടിമകളാക്കാൻ പാടില്ലെന്ന ഒരു നിയമവും രൂപപ്പെട്ടതേയില്ല. ഏറ്റവും ചുരുങ്ങിയത് ആയുധമേന്തി വരുന്ന സൈനികരെ മാത്രം തടവുകാരാക്കുക എന്ന വിവേചനമെങ്കിലും അക്കാലത്ത് കാണിക്കാമായിരുന്നു. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുവരുന്ന പൈശാചികമായ ഏർപ്പാട് അപ്പോഴും യാതൊരു നിയന്ത്രണവുമില്ലാതെ തുടരുക തന്നെയാണ് ചെയ്തത്. മുഹമ്മദ് നബി ചെയ്തത് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളുടെ പതിവുകളെപ്പോലും കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മക്കയിലെ അവിശ്വാസികൾ പോലും പാതിരാത്രിയിൽ ചെന്ന് സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടത്തോടെ തട്ടിക്കൊണ്ടുവന്ന് അടിമച്ചന്തകളിൽ വിറ്റഴിച്ചതായി ഇസ്ലാമിന്റെ സ്വന്തം ചരിത്രരേഖകളിൽ പോലും എവിടെയും കാണാൻ കഴിയില്ല. യുദ്ധത്തിന് നേർക്കുനേർ വരുന്ന സൈനികരെ തടവുകാരാക്കുകയോ അവരിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുകയോ ചെയ്യുന്നതായിരുന്നു അന്നത്തെ പൊതുരീതി. എന്നാൽ ഇസ്ലാം ചെയ്തത് നേരെ വിപരീതമായിരുന്നു. ജനങ്ങൾ സമാധാനത്തോടെ ഉറങ്ങിക്കിടന്ന ഗ്രാമങ്ങളെ പാതിരാത്രിയിൽ വളഞ്ഞ് അവിടുള്ള സ്ത്രീകളെയും പിഞ്ചുകുഞ്ഞുങ്ങളെയും വരെ ബന്ധനസ്ഥരാക്കി കൊണ്ടുവന്നു. കൺമുന്നിൽ വെച്ച് സ്വന്തം ഭർത്താക്കന്മാരെ കൊലപ്പെടുത്തിയ ശേഷം ആ സ്ത്രീകളെ അവരുടെ മുന്നിലിട്ട് തന്നെ ലൈംഗിക അടിമകളാക്കി ആസ്വദിക്കാനുള്ള വിചിത്രമായ നിയമങ്ങളാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. ഇതിനെയെല്ലാം സാധൂകരിക്കാൻ ആകാശത്തുനിന്ന് പ്രത്യേക വചനങ്ങളും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടാണ് ഇസ്ലാം അടിമത്തത്തിനെതിരെ വിപ്ലവം നയിച്ച ഒന്നാം ഘട്ടമായിരുന്നു എന്ന് ചിലർ ഇന്നും ലജ്ജയില്ലാതെ വാദിക്കുന്നത്. അടിമത്തം തെറ്റാണെന്നോ അത് നിരോധിക്കണമെന്നോ ഉള്ള ഒരൊറ്റ വരിയെങ്കിലും ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിനു മുന്നിൽ ഇസ്ലാമിന്റെ അനുയായികൾക്ക് തലയുയർത്തി നിൽക്കാമായിരുന്നു. എന്നാൽ അതിനുപകരം ആ ക്രൂരതയെ നിയമവിധേയമാക്കുകയാണ് മതം ചെയ്തത്. ചരിത്രത്തിന്റെ അടുത്ത ഏടുകളിലേക്ക് കടക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിൽ
ലോകമെമ്പാടും അടിമത്തം നിരോധിച്ച പരിഷ്കൃത കാലഘട്ടമാണ് നാം കാണുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് മനുഷ്യത്വവാദികളും ഈ ക്രൂരതയ്ക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇസ്ലാമിക പണ്ഡിതലോകം അതിനെതിരെ ആക്രോശിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അടിമത്തം നിരോധിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ ഒച്ചവെച്ചത് ഇവിടത്തെ മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു. അള്ളാഹു ഹലാലാക്കിയ ഒരു നിയമത്തെ അട്ടിമറിക്കാൻ ആർക്കും അവകാശമില്ലെന്നായിരുന്നു അവരുടെ വാദം. ലോകത്ത് അടിമത്തം നിരോധിക്കാൻ ഏറ്റവും കൂടുതൽ മടിച്ചു നിന്നതും ചരിത്രത്തിൽ ഏറ്റവും ഒടുവിൽ മാത്രം അത് നിരോധിക്കാൻ തയ്യാറായതും മുസ്ലിം രാജ്യങ്ങളാണ്. കേവലം കുറച്ച് ദശാബ്ദങ്ങൾക്ക് മുൻപ്, അതായത് 1960കളിലാണ് സൗദി അറേബ്യയിൽ അടിമത്തം നിയമപരമായി നിരോധിക്കുന്നത്. അതിലും ഭീകരമായ കാര്യം, മറ്റൊരു മുസ്ലിം രാജ്യം ഈ സമ്പ്രദായം നിർത്തലാക്കാൻ 1981 വരെ കാത്തിരുന്നു എന്നതാണ്. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ പോലും മക്കയിലെ കഅബയ്ക്ക് ചുറ്റുമുള്ള ഉക്കാദ് ചന്തകളിൽ തീർത്ഥാടനത്തിന്റെ ഭാഗമായി അടിമക്കച്ചവടം സജീവമായി നടന്നിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. അല്ലാഹുവോ പ്രവാചകന്മാരോ പറഞ്ഞിട്ടല്ല, മറിച്ച് ദൈവമില്ലാത്ത സാധാരണ മനുഷ്യർക്ക് ഇതൊരു മഹാപാപമാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ലോകത്ത് അടിമത്തം അവസാനിച്ചത്. അപ്പോഴും തങ്ങളുടെ മതത്തിന്റെ അടിത്തറ തകരുമെന്ന ഭയത്താൽ ഇതിനെതിരെ പോരാടിയവരാണ് ഇസ്ലാമിസ്റ്റുകൾ. അടിമത്തം നിരോധിച്ച ചരിത്രവഴികളിൽ ഇസ്ലാമിക ലോകം എക്കാലത്തും പുറംതിരിഞ്ഞു നിന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മുൻപ് തന്നെ ചർച്ച ചെയ്തതാണ്. കാരണം ലളിതമാണ്, ഈ വ്യവസ്ഥിതിയിലൂടെയും ഇതിൽ നിന്ന് ലഭിച്ച സാമ്പത്തിക ലാഭത്തിലൂടെയുമാണ് അവരുടെ സാമ്രാജ്യത്വവും മതവും വളർന്നതും വികസിച്ചതും. അതുകൊണ്ട് തന്നെ ഇസ്ലാം അടിമത്തത്തിന് എതിരായിരുന്നു എന്ന പച്ചക്കള്ളവുമായി ഇനി ആർക്കും പൊതുസമൂഹത്തിൽ തലപൊക്കാൻ കഴിയില്ല. പ്രവാചകനോ അദ്ദേഹത്തിന് ശേഷം വന്ന ഖലീഫമാരോ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, യുദ്ധം ഒരു ഭ്രാന്തായി പടർന്നപ്പോൾ ലക്ഷക്കണക്കിന് നിരപരാധികളെയാണ് അവർ തടവുകാരാക്കിയത്. സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചടക്കി അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ പടുത്തുയർത്തിയത്. ആ സാമ്രാജ്യത്വ വ്യാപനത്തിനൊപ്പം അറേബ്യയിൽ വളർന്നുവന്ന ഏറ്റവും വലിയ വ്യവസായം അടിമക്കച്ചവടമായിരുന്നുവെന്ന് ചരിത്രരേഖകൾ കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ നഗ്നമായ സത്യങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് ഇസ്ലാം അടിമത്തം ഇല്ലാതാക്കിയെന്ന് വീമ്പടിക്കുന്നത് വലിപ്പമേറിയ ആത്മവഞ്ചന മാത്രമാണ്. മനുഷ്യത്വവാദവും സ്വതന്ത്ര ചിന്തയും കരുത്തു നേടിയപ്പോഴാണ് ലോക മനസാക്ഷി ഈ തിന്മയ്ക്കെതിരെ ഉണർന്നത്. എന്നാൽ പരിഷ്കൃത മനുഷ്യർ മാനവികതയ്ക്ക് പുതിയ അർത്ഥങ്ങൾ നൽകിയപ്പോഴും ഈ ക്രൂരതയ്ക്ക് രക്ഷാകവചമൊരുക്കി കുഴലൂത്ത് നടത്തുകയായിരുന്നു ഇസ്ലാമിക സമൂഹം ചെയ്തത്. ഇന്ത്യയിൽ 18ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ബ്രിട്ടീഷുകാർ അടിമത്തം നിരോധിച്ചപ്പോൾ അള്ളാഹുവിന്റെ നിയമം അട്ടിമറിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് തെരുവിൽ ഒച്ചവെച്ചവരാണ് ഇവിടുത്തെ മതനേതാക്കൾ. ഇന്ന് മൗറിട്ടാനിയ പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇത് നിരോധിച്ചതോടെ മുസ്ലിം ലോകം ഈ ശാപത്തിൽ നിന്ന് മുക്തമായി എന്ന് ചില പണ്ഡിതന്മാർ പുസ്തകങ്ങളിലൂടെ ആശ്വാസം കൊള്ളുന്നുണ്ട്. ലോകത്ത് ഇന്ന് അടിമത്തമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇസ്ലാമിന് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. കാരണം ഖുർആനും ഹദീസുകളും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ വികൃതമുഖം ആധുനിക സമൂഹത്തിന് മുന്നിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. കേവലം ശാരീരികമായ അടിമത്തം മാത്രമല്ല, ഉടമാവകാശത്തിന്റെ പേരിൽ നടന്ന ക്രൂരമായ ലൈംഗിക ചൂഷണങ്ങളെയും ഈ മതം പച്ചയായി ന്യായീകരിക്കുന്നുണ്ട്. വിജയം വരിച്ച സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങൾ വിവരിക്കുന്ന ഖുർആനിലെ 23ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, തങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ ഭാര്യമാരിലും സ്വന്തം അടിമസ്ത്രീകളിലും അല്ലാത്തവരിൽ നിന്നും കാത്തുസൂക്ഷിക്കുന്നവർ ആക്ഷേപിക്കപ്പെടേണ്ടവരല്ല എന്ന്. ഇതിനർത്ഥം സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമസ്ത്രീകളെ വിവാഹം കഴിക്കാതെ തന്നെ ലൈംഗികമായി ഉപയോഗിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിരുന്നു എന്നാണ്. വ്യഭിചാരം വലിയൊരു തെറ്റായി ഇസ്ലാം കാണുമ്പോൾ തന്നെ അടിമസ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ഉദാരതയാണ് മതം കാണിച്ചിരിക്കുന്നത്. ഭാര്യമാരെയും അടിമസ്ത്രീകളെയും വിട്ട് അവിഹിത വഴികൾ തേടുന്നവർ മാത്രമാണ് ഇസ്ലാമിൽ അതിക്രമകാരികളാകുന്നത്. കാരണം 4 ഭാര്യമാരെയും ആവശ്യത്തിന് അടിമസ്ത്രീകളെയും അനുവദിക്കുക വഴി അള്ളാഹു വിശ്വാസികൾക്ക് വലിയ വിശാലതയാണ് കാണിച്ചു തന്നിട്ടുള്ളത് എന്നാണ് പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കൾ പോലും തങ്ങളുടെ തഫ്സീറുകളിൽ എഴുതിവെച്ചിരിക്കുന്നത്. 4 കെട്ടാനും പുറമെ ഇഷ്ടം പോലെ അടിമപ്പെണ്ണുങ്ങളെ വെച്ച് സുഖിക്കാനും സൗകര്യമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് വേറെ വ്യഭിചാരം തേടിപ്പോകുന്നത് എന്നാണ് ഇവരുടെ ചോദ്യം. ഈ ന്യായീകരണങ്ങൾ വായിക്കുമ്പോഴും ഇതിനെ വെളുപ്പിച്ചെടുക്കാൻ ഇന്നും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നവരുടെ പ്രൊഫൈലുകൾ കാണുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്. ഇവർ കരുതുന്നത് അടിമകൾ എന്നത് മനുഷ്യരല്ല, മറിച്ച് വേറെ ഏതോ താഴ്ന്ന ജീവിവർഗമാണെന്നാണ്. ഈ ആനുകൂല്യങ്ങളെല്ലാം സ്വതന്ത്രരായ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. എന്നാൽ അടിമയായി ജനിച്ച ഒരു പുരുഷന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇവർ ചിന്തിക്കാറില്ല. യജമാനന്മാരുടെ അന്തഃപുരങ്ങളിൽ കാവൽ നിൽക്കാനും പണിയെടുക്കാനും വേണ്ടി അവരുടെ വൃഷണങ്ങളും ലിംഗവും വരെ ഛേദിച്ച് സണ്ഡീകരിച്ചിട്ടായിരുന്നു അവരെ മൃഗങ്ങളെപ്പോലെ ജീവിക്കാൻ വിട്ടിരുന്നത്. അവർക്ക് ലൈംഗികതയോ കുടുംബമോ ഒന്നും അനുവദിക്കപ്പെട്ടിരുന്നില്ല. യജമാനന്റെ സുഖസൗകര്യങ്ങൾ മാത്രം മുൻനിർത്തി നിർമ്മിക്കപ്പെട്ട ഈ നിയമങ്ങളെയാണ് ഇവർ ദൈവികമെന്ന് വിളിച്ച് ഇന്നും കൊണ്ടാടുന്നത്. സ്വന്തം കൺമുന്നിൽ വെച്ച് ഒരു മൃഗത്തെപ്പോലെ ചന്തയിൽ വിലപേശി വിൽക്കപ്പെടുകയും വാങ്ങപ്പെടുകയും ചെയ്യുന്ന ഒരു ചരക്കായി താൻ മാറിയിരുന്നുവെങ്കിൽ എന്ന് ഈ മൗലവിമാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
ഒരു വണ്ടിക്കാളയെപ്പോലെ പാടത്ത് പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട, സ്വന്തമായി യാതൊരു അവകാശങ്ങളുമില്ലാത്ത ആ അടിമയുടെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ചു നോക്കുമ്പോഴാണ് കൂട്ടരെ ഈ വ്യവസ്ഥിതി എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാവുക. അങ്ങനെയൊരു ചിന്ത ഈ പണ്ഡിതന്മാർക്കുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ തോന്നിവാസങ്ങൾ തങ്ങളുടെ തഫ്സീറുകളിൽ എഴുതിവെക്കാൻ അവർക്ക് ധൈര്യം വരുമായിരുന്നില്ല. ഉടമയായ ഒരു പുരുഷന്റെ സൗകര്യങ്ങളെയും അവന്റെ ലൈംഗിക ആസ്വാദനങ്ങളെയും കുറിച്ച് മാത്രം ചിന്തിച്ച മനുഷ്യരാണ് ഇതെല്ലാം ദൈവത്തിന്റെ തലയിൽ കെട്ടിവെച്ചത്. സ്വന്തം അടിമ സ്ത്രീകളെ ലൈംഗിക സുഖത്തിനായി ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന അള്ളാഹുവിന്റെ വെളിപാട് 7-ാം നൂറ്റാണ്ടിലെ അറബികളെ ഒട്ടും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകില്ല. കാരണം അന്നത്തെ അവരുടെ ഗോത്ര സംസ്കാരം അങ്ങനെയുള്ളതായിരുന്നു. എന്നാൽ അടിമത്തം എന്നത് മനുഷ്യരാശിക്ക് തന്നെ ചേരാത്ത മഹാപാപമാണെന്ന് തിരിച്ചറിഞ്ഞ ഇന്നത്തെ കാലത്ത് ഖുർആനിലെ ഈ വചനങ്ങൾ സാധാരണക്കാരായ വിശ്വാസികളെപ്പോലും വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. തങ്ങളുടെ മതം ഇത്രയും ഹീനമായ ഒരു ചൂഷണത്തിന് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ പല പുരോഗമനവാദികളും ഇന്ന് സമൂഹത്തിനു മുന്നിൽ ഞെരിപിരികൊള്ളുകയാണ് ചെയ്യുന്നത്. മതഗ്രന്ഥങ്ങളിലെ ഇത്തരം വഷളത്തരങ്ങളെ ആധുനിക യുക്തിക്കനുസരിച്ച് വളച്ചൊടിക്കാനും വെള്ളപൂശാനും ശ്രമിക്കുന്ന ചില പുരോഗമന പണ്ഡിതന്മാർ നമുക്കിടയിലുണ്ട്. എന്നാൽ ഈ വ്യാഖ്യാന കസറത്തുകളെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളും ചരിത്രവും ഉദ്ധരിച്ചുകൊണ്ട് സാക്ഷാൽ മൗദൂദി സാഹിബ് തന്നെ തന്റെ തഫ്സീറുകളിൽ തല്ലിത്തകർക്കുന്നുണ്ട്. പാശ്ചാത്യ നാടുകളിലും ഇന്ത്യയിലും ഖുർആനെ ആധുനികവൽക്കരിക്കാൻ നോക്കിയ CN അഹമ്മദ് മൗലവിയെപ്പോലെയുള്ള ആളുകളുടെ വാദങ്ങളെ മൗദൂദി കൃത്യമായി നേരിടുന്നു. വിവാഹം ചെയ്ത വധുവുമായി എന്ന പോലെ ഉടമയ്ക്ക് തന്റെ അടിമ സ്ത്രീയുമായും ലൈംഗിക ബന്ധം അനുവദനീയമാണെന്ന് ഖുർആനിലെ 23-ാം അധ്യായം വ്യക്തമാക്കുന്നുണ്ടെന്നാണ് മൗദൂദി സ്ഥാപിക്കുന്നത്. ഈ അനുവദനീയതയുടെ അടിസ്ഥാനം വിവാഹമല്ല, മറിച്ച് കേവലം ഉടമാവകാശം മാത്രമാണ്. അടിമകളെയും വിവാഹം കഴിച്ചതിന് ശേഷമേ ബന്ധപ്പെടാവൂ എന്ന് ആധുനിക കാലത്ത് ചിലർ നുണ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിവാഹമെന്ന ഉപാധി അവരുടെ കാര്യത്തിലും ബാധകമായിരുന്നുവെങ്കിൽ അവരെ ഭാര്യമാരിൽ നിന്ന് വേർതിരിച്ച് ഖുർആനിൽ പ്രത്യേകം പറയേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. നിക്കാഹ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ ഭാര്യമാർ എന്ന ഗണത്തിൽ അവരും ഉൾപ്പെടുമല്ലോ എന്നാണ് മൗദൂദി ഇത്തരം കപട പുരോഗമനവാദികൾക്ക് നൽകുന്ന മറുപടി. ചില ആധുനിക പണ്ഡിതന്മാർ തങ്ങളുടെ വാദങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി സൂറത്ത് നിസായിലെ ചില വചനങ്ങൾ മാത്രം പൊക്കിപ്പിടിക്കാറുണ്ട്. സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തവർ അടിമ സ്ത്രീകളെ വിവാഹം ചെയ്തുകൊള്ളുക എന്ന വരി മാത്രമാണ് ഇവർ ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. എന്നാൽ തങ്ങളുടെ വാദത്തിന് വിരുദ്ധമായ അതേ സൂക്തത്തിന്റെ ബാക്കി ഭാഗം ഇവർ മനഃപൂർവ്വം മറച്ചുവെക്കുന്നു. അവരെ അവരുടെ രക്ഷാധികാരികളുടെ അനുമതിയോടെ നിങ്ങൾ വിവാഹം ചെയ്തുകൊള്ളുക എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ പരാമർശിക്കുന്നത് അടിമ സ്ത്രീയുടെ ഉടമസ്ഥന്റെ കാര്യമല്ല, മറിച്ച് മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള വേലക്കാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വതന്ത്ര പുരുഷന്റെ കാര്യമാണ്. അല്ലാതെ അടിമ സ്ത്രീയും അവളുടെ സ്വന്തം ഉടമയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചല്ല ഇത് പറയുന്നത്. സ്വന്തം ചിന്തകളെ മാറ്റി നിർത്തി ഖുർആനെ കൃത്യമായി പിൻപറ്റാൻ ആഗ്രഹിക്കുന്നവർ സൂറത്തുൽ മുഅ്മിനൂനിലെ വചനങ്ങൾ സൂറത്തു നിസായുമായും അൽ അഹ്സാബുമായും ചേർത്ത് വായിക്കണമെന്നാണ് മൗദൂദി തന്റെ തഫ്ഹീമുൽ ഖുർആനിൽ വ്യക്തമാക്കുന്നത്. അതായത് അടിമ സ്ത്രീകളെ അവരുടെ ഉടമസ്ഥന്മാർക്ക് യാതൊരുവിധ വിവാഹവുമില്ലാതെ ലൈംഗികമായി ഭോഗിക്കാം എന്ന ഖുർആന്റെ അനുമതി വ്യക്തമാണെന്നും അതിനെ വളച്ചൊടിക്കാൻ നോക്കുന്നത് വെറും കള്ളത്തരമാണെന്നും ഇസ്ലാമിക പ്രമാണങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വിചിത്രമായ നിയമം എന്തെന്നാൽ അടിമ സ്ത്രീയെ വിവാഹം കഴിച്ച വ്യക്തിക്ക് അവളിൽ പൂർണ്ണമായ അവകാശമില്ലായിരുന്നു. മറ്റൊരാളുടെ അടിമയെ ഒരു സ്വതന്ത്രൻ വിവാഹം കഴിച്ചാൽ അവൾ ഒരേ സമയം അയാളുടെ ഭാര്യയും യജമാനന്റെ ലൈംഗിക അടിമയുമായി തുടരുമായിരുന്നു. ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും ഉടമയ്ക്ക് അവളെ ലൈംഗികമായി ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. സ്വന്തം അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുരുഷന്മാർക്ക് ഹലാലാക്കിയ ഈ ദൈവിക വിധി പക്ഷേ ഉടമകളായ സ്ത്രീകൾക്ക് ബാധകമല്ലായിരുന്നു. അത് തെളിയിക്കുന്ന രസകരമായൊരു സംഭവം ഉമറിന്റെ ഭരണകാലത്ത് നടന്നിട്ടുണ്ട്. തന്റെ ഉടമസ്ഥതയിലുള്ള ആൺവേലക്കാരനുമായി ഒരു സ്ത്രീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് വലിയൊരു വിവാദമായി ഉമറിന്റെ സദസ്സിലെത്തുകയും ചെയ്തു. ഖുർആനിലെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന വചനം മനസ്സിൽ വെച്ചാണ് ആ സ്ത്രീ അങ്ങനെ ചെയ്തത്. എന്നാൽ ഈ ആനുകൂല്യം പുരുഷന്മാർക്ക് മാത്രമുള്ളതാണെന്നും സ്ത്രീകൾക്ക് അവരുടെ അടിമ പുരുഷന്മാർ നിഷിദ്ധമാണെന്നും പറഞ്ഞ് ഉമറും സ്വഹാബികളും ആ സ്ത്രീക്കെതിരെ വിധി പ്രസ്താവിക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. പുരുഷന് 4 ഭാര്യമാരും 100 കണക്കിന് അടിമ സ്ത്രീകളുമാകാമെങ്കിൽ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിന്റെ 100-1 സുഖം മാത്രമാണ് ദാമ്പത്യത്തിൽ ലഭിച്ചിരുന്നത്. ഈ പുരുഷാധിപത്യ ചിന്തകളാണ് ദൈവത്തിന്റെ പേരിൽ അക്കാലത്ത് എഴുതിവെക്കപ്പെട്ടത്. ഇസ്ലാമിൽ അടിമത്തം ഇല്ല എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച CN അഹമ്മദ് മൗലവിയുടെ നിലപാടുകൾ കടുത്ത വിവരക്കേടാണെന്ന് സമർത്ഥിച്ച് മറ്റ് പ്രമുഖ പണ്ഡിതന്മാർ രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവരെ ദയവോടെ വിട്ടയക്കുക മാത്രമാണ് ഇസ്ലാമിന്റെ രീതിയെന്ന് മൗലവി തട്ടിവിടുന്നത് അജ്ഞത കൊണ്ടാണ് എന്നാണ് KV മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ളവർ തങ്ങളുടെ തഫ്സീറുകളിൽ തുറന്നടിക്കുന്നത്. ചരിത്രം പഠിച്ചവർക്കെല്ലാം അറിയാം, ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട ഉൽബത്തിനെയും നദറിനെയും പ്രവാചകൻ വധിക്കുകയാണ് ചെയ്തത്. അതുപോലെ ബനു ഖുറൈളയിലെ ജൂതന്മാരെയും കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കി.
ഇസ്ലാം യുദ്ധത്തടവുകാരെ കൊല്ലുകയോ അല്ലെങ്കിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു എന്നതിന് ചരിത്രത്തിൽ അനേകം തെളിവുകളുണ്ട്. സഹാബാക്കളുടെ കൈവശം വന്നെത്തിയ അടിമസ്ത്രീകളെ അവർ യഥേഷ്ടം കൈകാര്യം ചെയ്തിരുന്നു. പ്രവാചകന്റെ മകൻ ഇബ്രാഹിമിന്റെ മാതാവായ മാരിയ ബീവി നബിയുടെ ഭാര്യയായിരുന്നില്ല, മറിച്ച് ഈജിപ്തിലെ രാജാവ് സമ്മാനമായി നൽകിയ വെപ്പാട്ടിയായിരുന്നു എന്നത് ലോകപ്രസിദ്ധമാണ്. പ്രമുഖരായ സ്വഹാബികൾക്കെല്ലാം സ്വന്തമായി വെള്ളാട്ടികളും അടിമകളും ഉണ്ടായിരുന്നു എന്ന് ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അടിമകളെ വിവാഹം കഴിക്കാതെ ലൈംഗികമായി ഉപയോഗിക്കാൻ പാടില്ലെന്ന വാദങ്ങൾക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഖുർആനിൽ പലയിടത്തും അടിമകളെ സൂചിപ്പിക്കാൻ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന അലങ്കാര പ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനർത്ഥം മറ്റുള്ളവരുടെ പൂർണ്ണമായ ഉടമസ്ഥതയിലിരിക്കുന്നവർ എന്ന് തന്നെയാണ്. ഒരു തോട്ടത്തിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ കാലികളുടെയോ ഉടമസ്ഥൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അടിമയുടെ യജമാനൻ എന്ന് പറയുന്നത്. അടിമകൾ മറ്റ് സ്വത്തുക്കളെപ്പോലെ തന്നെ ഉടമയുടെ സമ്പത്താണെന്ന് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള അനേകം ഹദീസുകൾ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം സ്വത്തുക്കൾ എങ്ങനെയാണോ അനുഭവിക്കേണ്ടതും കൈമാറ്റം ചെയ്യേണ്ടതും അതേ അവകാശം അടിമകളുടെ മേലും യജമാനന്മാർക്കുണ്ടായിരുന്നു. ഈ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഒരാൾക്ക് എത്ര അടിമസ്ത്രീകളെ വേണമെങ്കിലും സ്വന്തമാക്കാമെന്നും അവരെ വിവാഹം കഴിക്കാതെ തന്നെ ഭാര്യമാരെ പോലെ ലൈംഗികമായി ഉപയോഗിക്കാമെന്നും വ്യക്തമാകും. ഇതിനെതിരായി യാതൊരു നിയമവും ഇസ്ലാമിൽ എവിടെയും എഴുതിവെച്ചിട്ടില്ല. സ്വന്തം അടിമസ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ഹറാമാണെന്ന് വരെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. കാരണം ഉടമസ്ഥാവകാശവും ഭർതൃത്വവും ഒരേ സമയം ഒരാളിൽ ഒരുമിച്ച് കൂടുകയില്ല എന്നതാണ് ഇവിടുത്തെ വിചിത്രമായ നിയമം. യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്ത്രീകളെ യഥേഷ്ടം ഭോഗിക്കാൻ മതം അനുവാദം കൊടുത്തത് തികച്ചും ന്യായവും യുക്തിയുക്തവുമാണെന്നാണ് മുസ്ലിയാർമാർ ഇന്നും സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്ന സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി മാറ്റുന്നതിനും അവരെ യഥേഷ്ടം ഭോഗിക്കുന്നതിനും ഇസ്ലാം അനുവാദം നൽകിയതിന് പിന്നിൽ വലിയൊരു തന്ത്രമുണ്ടെന്നാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ പറയുന്നത്. ഈ ക്രൂരമായ നിയമങ്ങൾ ശത്രുക്കൾ മുൻകൂട്ടി അറിയുമ്പോൾ അവർ മുസ്ലിങ്ങൾക്കെതിരെ അനാവശ്യമായി യുദ്ധത്തിന് മുതിരില്ലത്രേ. തങ്ങളുടെ ഭാര്യമാരും മക്കളും മറ്റുള്ളവരുടെ അന്തഃപുരങ്ങളിൽ ലൈംഗിക അടിമകളായി പീഡിപ്പിക്കപ്പെടുമെന്ന ഭയം കാരണം ശത്രുക്കൾ യുദ്ധം ചെയ്യാതെ തന്നെ കൂട്ടത്തോടെ മതം മാറി ഇസ്ലാമിലേക്ക് കടന്നുവരുമെന്നാണ് ഇവർ സമർത്ഥിക്കുന്നത്. ചുരുക്കത്തിൽ ഭയത്തിന്റെ ആയുധം ഉപയോഗിച്ച് ജനങ്ങളെ കീഴ്പ്പെടുത്താനും മതം വ്യാപിപ്പിക്കാനുമുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു ഇത്. സമാധാനത്തിന്റെ മതം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ദർശനം ലോകത്ത് എങ്ങനെയാണ് പടർന്നുപന്തലിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ തെളിവുകൾ വേറെ ആവശ്യമില്ല. യുദ്ധം ചെയ്യുക, കൊള്ളയടിക്കുക, പാതിരാത്രിയിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടുവന്ന് അടിമച്ചന്തകളിൽ വിതരണം ചെയ്യുക, ഭർത്താക്കന്മാരുടെ മുന്നിലിട്ട് തന്നെ ആ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുക, ഇതൊക്കെയായിരുന്നു സാമ്രാജ്യത്വ വ്യാപനത്തിനായി അക്കാലത്ത് ഉപയോഗിച്ച മാർഗങ്ങൾ. ഒന്നുകിൽ ഈ ഭീഷണിക്ക് വഴങ്ങി ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ ഈ പീഡനങ്ങൾ അനുഭവിച്ചു തീർക്കുക എന്നതായിരുന്നു അന്നത്തെ അവസ്ഥ. ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴികളിലൂടെ നാം നടത്തിയ ഈ യാത്ര അവസാനിക്കുന്നത് ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ യഥാർത്ഥ മുഖം പൂർണ്ണമായും അനാവരണം ചെയ്തുകൊണ്ടാണ്. സ്വർഗീയ വചനങ്ങളുടെയും ദൈവിക നീതിയുടെയും ആവരണത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ പൈശാചികത കേവലം 7-ാം നൂറ്റാണ്ടിലെ ഗോത്രമനുഷ്യരുടെ ക്രൂരമായ ആഗ്രഹങ്ങളുടെ പ്രതിഫലനം മാത്രമായിരുന്നു എന്ന് ചരിത്രം നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നു. ദൈവത്തിന്റെ നിയമമെന്ന പേരിൽ മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത ഈ മഹാപാപത്തെ ന്യായീകരിക്കാൻ ഇന്നും കാച്ചകെട്ടിയിറങ്ങുന്ന പണ്ഡിതന്മാരും സോഷ്യൽ മീഡിയയിലെ ചെറുപ്പക്കാരും ഒരു കാര്യം മാത്രം ഓർക്കുക: നിങ്ങൾ ഒരു സ്വതന്ത്രനായി ജനിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വഷളത്തരങ്ങളെ വെള്ളപൂശാൻ നിങ്ങൾക്ക് കഴിയുന്നത്. അള്ളാഹുവും പ്രവാചകനും ഹലാലാക്കി തന്ന ആ കറുത്ത കാലഘട്ടത്തിൽ ഒരടിമയായിട്ടായിരുന്നു നിങ്ങളുടെ ജനനമെങ്കിൽ ഇന്നും ഇതേ ആവേശത്തോടെ നിങ്ങൾ ഈ മതത്തെ നെഞ്ചേറ്റുമായിരുന്നോ? നൂറ്റാണ്ടുകളായി ഇസ്ലാം ഒളിപ്പിച്ചു വെച്ച ഈ വലിയ ആത്മവഞ്ചനയെക്കുറിച്ചും യജമാനന്റെ സുഖത്തിനു വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഈ ലൈംഗിക അടിമത്ത നിയമങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ കൃത്യമായ നിലപാടുകൾ എന്താണ്? അടിമയായി ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ വേദന തിരിച്ചറിയാൻ മതബോധമാണോ അതോ മാനവികതയാണോ നമുക്കുണ്ടാകേണ്ടത് എന്ന് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.